പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട കളക്ടർ ഇവിടെ നമുക്ക് തുറന്നു തന്നിരിക്കുന്നത് ശരിക്ക് എന്താണ് ഇസ്ലാം, എന്താണ് ജിഹാദ് എന്ന് പഠിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അതായത് ഖുർആനും ഹദീസും ഒക്കെ ഒന്ന് തുറന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് വെടിപ്പായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇതുവരെ ഇതിന്റെ അഭാവം ശരിക്കും ഉണ്ടായിരുന്നല്ലോ. എന്താണ് ജിഹാദ്? അത് പഠിക്കുക തന്നെ വേണം, അല്ലേ? അത് സോഴ്സുകളിൽ നിന്ന് തന്നെ പഠിക്കണം. അപ്പൊ അതിനൊക്കെ ഒരു അവസരം ഉണ്ടാക്കിയതിനാദ്യം നമ്മുടെ ഒരു കഴമ്പില്ലാത്ത സാധനമാണത്. അതിന്റെ കഴമ്പ് എന്താണെന്ന് യേശുവിനെ കുറിച്ച് പാടിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ്. ഇരിക്കട്ടെ, ഞാൻ അതിലേക്കും വരാം. അപ്പോ ജിഹാദ് ഓക്കെ, ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ജിഹാദ്. അപ്പോ ഖുർആനിനെ കുറിച്ചിട്ട് അറിയണം, ഖുർആനിൽ പറഞ്ഞ ജിഹാദ് എന്താണ് എന്നറിയണം. ആ ജിഹാദ് ഏതൊക്കെ രൂപത്തിലാണ് ഇവിടെ വർക്കൗട്ട് ആക്കുന്നത് എന്നറിയണം. അതൊക്കെ അറിഞ്ഞാൽ മാത്രമേ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. അതാണ് മോട്ടോ മാനിയാക്ക്. നിന്നെ ഇവിടെ ആരെങ്കിലും വിളിച്ചോ? പാപ്പാക്ക് സ്ത്രീധനം കിട്ടിയതാണോ മോനെ സോഷ്യൽ മീഡിയ? തന്തയ്ക്ക് വിളിപ്പിക്കാതെ ഇറങ്ങിപ്പോടാ. ഇതെന്റെ പ്ലാറ്റ്ഫോമാ, എന്റെ അഭിപ്രായം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ വേണമെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുക. നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? നിന്നെ ആരെങ്കിലും വിളിച്ചോടാ ഇങ്ങോട്ട് ഇത് പറയാൻ? ഇത് കേൾക്കാൻ വരാൻ നിന്നെ ആരാ വിളിച്ചത്? ഇതെന്റെ പ്ലാറ്റ്ഫോമാ, എന്റെ അഭിപ്രായം പറയാനാ ഞാൻ വന്നിരിക്കുന്നത്. എന്നോട് പോകാൻ പറയാൻ നീ ആരാ? ഇതെന്റെ സൈറ്റാടാ. എന്റെ വീട്ടിൽ വന്നാൽ നിനക്ക് ഞാൻ ചെരിപ്പടി തരില്ലേ? നിന്നെ ഇതിനകത്ത് നട്ടിച്ചിറക്കി വിടാൻ ഓപ്ഷൻ ഉണ്ടെന്ന് നീ മറന്നുപോയി അല്ലേ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്, കേട്ടോ. വന്ന് നിൽക്കുന്നെങ്കിൽ ചേലയ്ക്കാതെ വന്ന് നിന്ന് കേട്ടിട്ട് പോകുക, അല്ലാതെ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് ഇറങ്ങിപ്പോകാനോ? അപ്പോ ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥമാണ് നമ്മുടെ ദിവ്യമേടത്തിന് അറിയേണ്ടത്. ഒന്നും വേണ്ട, അറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമാ തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ വെറുതെ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചാൽ മതി. അതല്ലെങ്കിൽ ആൾക്കൂട്ടം തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്ത്, അതിന് എയർപോർട്ട് ആകട്ടെ, റെയിൽവേ സ്റ്റേഷൻ ആകട്ടെ, ബസ് സ്റ്റോപ്പ് ആകട്ടെ, സിനിമാ തിയേറ്റർ ആകട്ടെ, മാർക്കറ്റ് ആകട്ടെ, എവിടെയായിരുന്നാലും ശരി, അല്ലാഹു അക്ബർ എന്ന് വിളിച്ചാൽ മതി. എന്താണ് ജിഹാദ് എന്ന് മറ്റുള്ളവരുടെ പരക്കം പാച്ചൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓട്ടെ, അതല്ലേ വേണ്ടത്? അല്ല, ഇതുപോലെയുള്ള ആളുകൾക്ക് IAS കിട്ടുമോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. ലോകം മുഴുവനും നൂറുകണക്കിന് തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കി, ലോകത്ത് മുഴുവനും ഭീകരർ നടത്തിയ ജിഹാദുകൾ, അക്രമങ്ങൾ. ജിഹാദ് എന്ന് പറഞ്ഞാൽ സായുധ സമരം. ഇതൊക്കെ അറിയുന്ന ആള് പഹൽഗാം ഭീകരാക്രമണമൊന്നും കണ്ടില്ലായിരുന്നു? ചെങ്കോട്ടയിലെ വൈറ്റ് കോളർ ഭീകരതയൊന്നും കണ്ടില്ല? കാണാത്തത് കൊണ്ടല്ല. കെട്ടിയോനെ ഇലക്ഷന് നിന്നിട്ട് ജയിപ്പിക്കണ്ടേ? മുസ്ലിം വോട്ട് കിട്ടാതെ തിരുവനന്തപുരത്ത് ജയിച്ചു കയറുമോ? ഇസ്ലാം സമാധാനമാണ്. ലോകത്ത് മുഴുവനും സമാധാനം വാരി വിതറുന്ന ഒരു മതമാണ് ഇസ്ലാം. വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാണ്. വിദ്യാഭ്യാസമുണ്ടെന്ന് കരുതി വിവരമുണ്ടാകണമെന്ന് നമ്മളാരും നിർബന്ധം പിടിക്കരുത്. ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരാൻ പൊട്ടിത്തെറിക്കാനും പൊട്ടിത്തെറിപ്പിക്കാനും കഴിയണം. ഇതിനെയൊക്കെ മതേതരത്വത്തിന്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് ന്യായീകരിക്കുക കൂടി ചെയ്യണം, കേട്ടോ. ഇത് ഐഡിയോളജിയുടെ പ്രശ്നമാണ്. ഈ ശാസ്ത്രയുഗത്തിൽ മതങ്ങൾക്ക് എത്രമാത്രം സ്പേസ് നൽകപ്പെടുന്നോ അത്ര കണ്ട് വിഡ്ഢികൾ അതിനകത്തേക്ക് കയറും, വിഡ്ഢിത്തങ്ങൾ വാരി വിതറും. ഒരു പക്ഷേ പഹൽഗാമിൽ അന്ന് ഒരു തീർത്ഥയാത്രയ്ക്ക്, ഒരു തീർത്ഥാടനത്തിന് കെട്ടിയോന്റെ കൂടെ ഇവര് കൂടി ഒന്ന് പോയാൽ ഇവർക്ക് ഇങ്ങനെ വന്ന് പ്രസംഗിക്കേണ്ടി വരുമായിരുന്നില്ല. എന്താണ് ജിഹാദ് എന്ന്
റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ ഭീകരര് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു അല്ലേ? നമ്മളതൊക്കെ കാണുകയും അറിയുകയും ചെയ്തതാ. നല്ലൊരു അവസരം ദിവ്യയായിട്ട് ഉണ്ടാക്കി തന്നു. എന്താണ് ഇസ്ലാമിന്റെ പരിവർത്തനം എന്ന് പഠിക്കാൻ 6-ാം നൂറ്റാണ്ടിലെ നൂതനമായിട്ടുള്ള ആ ഗോത്രീയത എന്താണ് എന്നൊന്ന് പരിഷ്കരിച്ചു പഠിക്കാൻ ഖുർആനും ഹദീസും ഉൾപ്പെടെയുള്ള കണ്ടെയ്നറുകളിൽ വെച്ചെടുത്താലും തീരാത്ത രൂപത്തിലുള്ള പുസ്തകക്കെട്ടുകൾ ഒന്ന് തുറക്കാൻ ഒരു ചർച്ച നടക്കണം. ഈ ചർച്ച പ്രയോജനപ്പെടുന്നത് ആർക്കാ? ഖുർആനും ഹദീസും അറിയുന്നവർക്കും അറിയാൻ ശ്രമിക്കുന്നവർക്കും. അതാണ് വേണ്ടത്. അതായത് അയ്യരുടെ വ്യാഖ്യാനം കേട്ടപ്പം ഞാനൊന്ന് തരിച്ചുപോയി. എന്താണ് ജിഹാദ് എന്ന് ജിഹാദി ഫണ്ടുകൾ പറഞ്ഞു തരും. ഹലാൽ എന്താണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞതുപോലെ മതഭ്രാന്തന്മാരായിട്ടുള്ള മദ്രസകളിൽ പഠിപ്പിക്കുന്ന വിശുദ്ധ യുദ്ധം എന്താണ് എന്ന് ദിവ്യശ്രീ ഒന്നങ്ങട് പറയ. അന്യമതസ്ഥരെ കൊന്നൊടുക്കണം അല്ലേ? അവർ അമുസ്ലിം മാതാപിതാക്കളുടെ മക്കളായതിന്റെ പേരിൽ അവരെ കൊന്നൊടുക്കാൻ പഠിപ്പിക്കുന്ന സിലബസ് ഇവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം. അതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ബസ്സിലും മാർക്കറ്റിലും മഹാകുംഭമേളയിലും ദീപാവലിയിലുമൊക്കെ ബോംബ് പൊട്ടിച്ച് ആഘോഷിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെയൊക്കെ ഇരുമ്പ് നിക്കറിലൊന്ന് മുറുക്കാൻ, അതല്ലെങ്കിൽ അതൊന്ന് ഊരിക്കാൻ. പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ഊരണമല്ലോ. ഇരുമ്പ് നിക്കറ് തെറിക്കത്തില്ല. ഇരുമ്പ് നിക്കറിന് ബോംബിന്റെ പേടിയല്ലേ? സ്വർഗത്തിലെത്തിയുടെ കൂറികൾ അഴിച്ചു കൊടുക്കുക. അതിന് പകരം ദിവ്യയെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് അഴിപ്പിക്കുക. അറബ് രാജ്യങ്ങളൊക്കെ ഇത്തരം അക്രമങ്ങൾക്ക് മതനിയമങ്ങൾക്കൊക്കെ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്തു കഴിഞ്ഞു. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം സൗദി അറേബ്യയിൽ ഒരു പള്ളിയിലും പൊട്ടിത്തെറി ഉണ്ടാകത്തില്ല. ദുബൈയിൽ ഉണ്ടാകുമോ? ഖത്തറിൽ ഉണ്ടാകുമോ? കുവൈറ്റിൽ ഉണ്ടാകുമോ? ഇല്ല. മതവിഷം തുപ്പാൻ അറബ് രാജ്യങ്ങൾ അനുവദിക്കില്ല. കാരണം അവർക്ക് പുരോഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശാസ്ത്രം വെച്ചിട്ട് ഈ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രീയതയെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഭൂമി പരന്നതാണെന്നുകൂടി നിങ്ങളൊന്ന് പറയാൻ മറക്കരുത്. ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ അതേ ആർജവത്തോടു കൂടി തന്നെ പടച്ചോനും ബുറാക്കും സ്വർഗവും ഒക്കെ മിത്താണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലെ ശാസ്ത്രം തെളിയിക്കുമ്പോൾ ചന്ദ്രനെ പിളർത്തിയ പ്രവാചകന്റെ വാള് ദിവ്യയെ കൊണ്ട് വേണം അതൊന്ന് മിനുക്കിക്കാൻ. 21 ഊരിയ വാളല്ല. ഓ, എന്താണ് ജിഹാദ് എന്ന് ഇവർക്കറിയണം. ഒറ്റപ്പെട്ട പോരാട്ടം ആണോ? സായുധ സമരം, യുദ്ധം? നിങ്ങൾ എത്രയാ ഇതിനെ വെളുപ്പിക്കാൻ നോക്കുന്നത്? നിങ്ങളെ പോലെയുള്ള ആളുകൾ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുക. ആഗോളതലത്തിൽ എന്താണ് ജിഹാദ് എന്ന് എല്ലാവർക്കും അറിയാം. ഭർത്താവിനെ വിജയിപ്പിക്കാനുള്ള മുസ്ലിം പ്രീണനത്തിന്റെ എക്സ്ട്രീം ലെവല് ചേച്ചി എടുത്ത് പുറത്തിട്ടു. ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുകയും ചെയ്തു. മറ്റുള്ളവർക്ക് എഴുത്തും വായനയും അറിയാത്ത ആളുകളൊന്നും അല്ല ചാച്ചി. ജിഹാദിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഈ ഇന്റർനെറ്റ് യുഗത്തിൽ കളക്ടർ അമ്മയുടെ ഒരു കൂടിയാലോചനയുടെയും ആവശ്യമില്ല. നിങ്ങൾ എത്ര പൊട്ടിയടിച്ചാലും എത്ര വെളുപ്പിച്ചാലും എത്ര വ്യാഖ്യാനിച്ചാലും ശരി, എന്താണ് ജിഹാദ് എന്ന് കൊച്ചിനറിയില്ലെങ്കിൽ കൊച്ചങ്ങോട്ട് മാറിയില്ല, അറിയുന്നവർക്കറിയാം. സുഡാപ്പികളെ നിങ്ങൾ എത്ര തന്നെ സുഖിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, ഇത് നിങ്ങൾക്ക് നെഗറ്റീവ് എഫക്റ്റേ ഉണ്ടാക്കി തരുള്ളൂ. ദിവ്യ മൗലവി വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആക്രമണം കേട്ടിട്ടുണ്ടോ? പഹൽഗാം കേട്ടിട്ടുണ്ടോ? ഡൽഹിയിലെ വൈറ്റ് കോളർ ഭീകരതയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പൊട്ടിത്തെറിക്കുന്ന ആളുകളെ കുറിച്ചിട്ടൊന്നും താതാക്ക് അറിയത്തില്ല. അറേബ്യൻ മണ്ണിൽ സ്ത്രീകളെ ജീവനോടുകൂടി കുഴിച്ചു മൂടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അറിയാമോ? ആ കുഴിച്ചു മൂടാൻ പ്രേരിപ്പിച്ച ഒരു മതം ഉണ്ടായിരുന്നു. അറിയാമോ? ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം, ഇടയ്ക്കെങ്കിലും. എന്തിനാണെന്നറിയാമോ? വിവരക്കേട് പറയാതിരിക്കാൻ. തനിക്ക് ആ വിഷയത്തിൽ വിവരമില്ല എന്ന വിവരമെങ്കിലും ഒന്ന് അറിയാൻ. ചേച്ചി നിർബന്ധമായിട്ട് പെയിന്റ് കമ്പനിയൊക്കെ തുടങ്ങിയാൽ ഏഷ്യൻ പെയിന്റ് ഒക്കെ മാറി നിൽക്കും. അത്രയ്ക്ക് വിജയിക്കും. ആർക്കാണ് ഇന്ന് ഇതിനെ കുറിച്ചിട്ടൊക്കെ അറിയാത്തത്? കെട്ടിയോനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രമാണിത് എന്ന് ആർക്കാ അറിയാത്തത്? ഞാന്
ചില ഹദീസുകളൊന്നും ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ കേൾക്കുന്നവർക്ക് മനസ്സിലാകുമല്ലോ, ഇന്ത്യയെ ആക്രമിക്കണം അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി. അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, എന്റെ സമുദായത്തിൽപ്പെട്ട 2 വിഭാഗം ആളുകളെ അള്ളാഹു നരകത്തിന്റെ തീച്ചൂടിൽ നിന്ന് മോചിപ്പിക്കും. ഒന്ന്, ഇന്ത്യയെ ആക്രമിക്കുന്നവർ. 2, മറിയമിന്റെ മകൻ ഈസയോടൊപ്പമുള്ള ആളുകൾ. സുനൻ അൻ-നസാഇ എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിന്റെ 1-ാം വാള്യം ബുക്ക് നമ്പർ 25 ജിഹാദ് എന്ന അധ്യായത്തില് ഹദീസ് നമ്പർ 3175. വേണോ ഇനി? പഹൽഗാമിലൊന്ന് പോയാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ ഈ കൊച്ചിന്. ജിഹാദ് എന്താണ് എന്ന് ഇവർക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇസ്ലാമിനിട്ടൊന്ന് കൊള്ളിച്ചതാണ്. ഇസ്ലാമിന്റെ ഉഡായിപ്പ് ഞങ്ങൾ വലിച്ചു കീറിക്കൊണ്ടിരിക്കുക ദിവസവും. ജിഹാദ് എന്താണ് എന്ന് പഠിക്കണം. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന 2794 ഹദീസ് ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ ഇന്ന് നോക്കിയാൽ മതി. ചാറ്റ് GPT ചോദിച്ചാൽ അവർ പറഞ്ഞു. ജെമിനിയോട് ചോദിക്കേ, പറഞ്ഞു തരും. ഇവര് പറയുന്നത് കേൾക്കുമ്പോ ജിഹാദിന്റെ അർത്ഥം അറിയാത്ത മറ്റു മനുഷ്യര്, അയ്യോ, ജിഹാദികൾ പോലും ഇവർക്കിട്ട് 2 പൊട്ടിക്കും. നിങ്ങൾ എന്താ ജിഹാദിന്റെ അർത്ഥം മാറ്റാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോ എല്ലാവരും ഇവരുടെ ഈ പ്രീണനം എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കി എന്നതാണ് ഇപ്പോൾ ഇത് കൂടുതൽ വിശദീകരിച്ച് പറയാൻ ഞാൻ നിർബന്ധിതയായിട്ടുള്ളതിന്റെ കാരണം. ഇവര് ഇസ്ലാമിനെ ഒന്ന് വെളുപ്പിച്ചെടുത്ത് മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങി തിരുവനന്തപുരത്ത് കെട്ടിയോനെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി എടുത്ത എക്സ്ട്രീം ലെവൽ പ്രീണനവും കാപഠ്യവും തുറന്നു കാണിക്കുക എന്നത് നമ്മുടെയും ധർമ്മമല്ലേ? അല്ലേ? അതാണ് ഞാനും ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കെട്ടിയോനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കൊച്ചു മുമ്പ് ഒരു യേശുവിനെ കുറിച്ച് ഒരു പാട്ട് പാടിയത് ഓർമ്മയുണ്ടോ? അപ്പോഴേ ഇവരുടെ IAS പട്ടമൊക്കെ എന്തിനാണ് എന്ന് നമ്മളൊക്കെ ആലോചിച്ചു പോയതാ. നമുക്ക് ശരിക്കും കാര്യങ്ങൾ മനസ്സിലായതുമാണ്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. മുമ്പ് നമ്മളൊരു DGPയെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. അഹമ്മദ് ഗബീറിന് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. വഖഫ് ബോർഡിൽ കൊണ്ടൊരു കംപ്ലൈന്റ് കൊടുക്കടാ. വഖഫ് ബോർഡിനോട് ചോദ്യം. ഇഷ്ടം പോലെ പണമുണ്ട് അവരുടെ കയ്യിൽ, അവർ തരും. അതല്ലെങ്കിൽ നമ്മുടെ നന്മ മരങ്ങളുണ്ടല്ലോ, അവരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കച്ചല്ലേ. അതെ, പള്ളി മഹല്ലിൽ പോയി ചോദിക്കും, അവിടെ നിന്ന് തരും. ഞങ്ങളെ ഇവിടെ ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റി ഒന്നും തുറന്നു വെച്ചിട്ടില്ല. നമ്മളോട് ചോദിച്ചിട്ട് കാര്യം തരും. വേറെ ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ടേ വന്നിട്ട് നമ്മുടെ ചാനലിൽ വന്നിട്ട് ചോദിക്കാൻ ഇരിക്കട്ടെ. അപ്പോ ഇവരുടെ വീഡിയോ എടുക്കണം അല്ലേ? അങ്ങനെ എന്താണ് എന്ന്. അതിനു മുമ്പ് ഇവരെന്താണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? ഇവരുടെ ഓരോ വിഷയങ്ങളിലെയും വിവരം എന്താണ് എന്ന് കേരളം കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഇവരുടെ ഒരു കവിത ആലാപനത്തിലൂടെയാണ്. എന്നാ പിന്നെ യേശുവിനെ നമുക്കൊന്ന് കറുപ്പിച്ചെടുക്കാം. ചേച്ചി ഭയങ്കര വെളുപ്പായതുകൊണ്ട് ചേച്ചിക്ക് കറുപ്പിനോട് വല്ലാത്ത അവഗണനയാണ്. ഇവര് ഭയങ്കര വെളുത്തു തുടുത്ത അയ്യരല്ലേ. അപ്പോൾ യേശു കറുത്തവനായതുകൊണ്ട് ഇവർക്ക് അംഗീകരിക്കാൻ അങ്ങോട്ട് ബുദ്ധിമുട്ടാ. എന്നാ പിന്നെ തൊലി കറുപ്പിച്ചത് ആരാ കൊച്ചേ? പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലാത്ത പറയുന്നില്ല. യേശുവെന്നാൽ യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് 3 നല്ല വാദങ്ങളുണ്ട്. ഒന്ന്, അവൻ എല്ലാവരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു. 2, അവൻ സുവിശേഷം പറയുവാൻ ഇഷ്ടപ്പെട്ടു. 3, അവന് നല്ല ഒരു വിചാരണ ലഭിച്ചില്ല. പക്ഷേ യേശു ഒരു ജൂതനായിരുന്നു എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. ഒന്ന്, അവൻ അപ്പന്റെ തൊഴിലിൽ ഏർപ്പെട്ടു. 2, അവൻ 32 വയസ്സുവരെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു. 3, അമ്മ കന്യകയാണെന്നവനും അവൻ ദൈവമാണെന്നമ്മയും വിശ്വസിച്ചു. പക്ഷേ
യേശു ഒരു ഇറ്റലിക്കാരനാണ് എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. ഒന്ന്, അവൻ ആംഗ്യങ്ങൾ കൊണ്ട് സംസാരിച്ചു. 2, ഓരോ ഭക്ഷണത്തിനോടൊപ്പവും അവൻ വീഞ്ഞു കുടിച്ചു. 3, അവൻ ഒലീവെണ്ണ ധാരാളം ഉപയോഗിച്ചു. പക്ഷേ യേശു കാലിഫോർണിയക്കാരനായിരുന്നു എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. ഒന്ന്, അവൻ ഒരിക്കലും മുടി മുറിച്ചില്ല. 2, എല്ലാ സമയവും അവൻ നഗ്നപാതനായി ചുറ്റി നടന്നു. ഐഎസുകാരിയാ. 3, അവൻ ഒരു പുതിയ മതം തുടങ്ങി വച്ചു. പക്ഷേ യേശു അയർലൻഡുകാരനായിരുന്നു എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. ഒന്ന്, അവൻ വിവാഹമേ കഴിച്ചില്ല. 2, അവൻ എപ്പോഴും കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. 3, അവൻ പുൽമൈതാനങ്ങളെ സ്നേഹിച്ചു. എന്നാൽ യേശു ഒരു സ്ത്രീയായിരുന്നു എന്നതിന് 3 ശക്തമായ വാദങ്ങളുണ്ട്. ഏതൊക്കെയെന്നോ? 1, തീരെ ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ഒരു നിമിഷത്തെ മുന്നറിയിപ്പിൽ ഒരാൾക്കൂട്ടത്തെ അവൻ ഓട്ടേണ്ടി വന്നു. 2, ഒരിക്കലും ഒന്നും മനസ്സിലാവാത്ത പുരുഷാരത്തിനു കുറുകെ സന്ദേശമയക്കുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 3, പണികൾ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് മരിച്ചിടത്തു നിന്ന പോലും അവൻ എണീറ്റു വരേണ്ടി വന്നു. യേശുവെന്നാൽ യേശു ഒരു കറുത്ത വർഗ. ഇത് കേട്ടപ്പോ നിങ്ങൾക്ക് എന്തു തോന്നി? ഇവര് എങ്ങനെയാണ് IAS ആയത് എന്നറിയില്ല, മൊത്തം കോപ്പിയടിയ. ഇതില് ഇവരുടെ സ്വന്തമായിട്ടുള്ള ഒരു വാചകം പോലുമില്ല, മൊത്തം കോപ്പിയടി, മൊത്തം കോപ്പിയടി. അപ്പോൾ ഇവര് ശരിക്കും ഒരു കോമഡി പീസാണ്. അത് വേറെ, ഒരു അകക്കാമ്പുള്ള ഒരാളല്ല. ഒരു IAS എന്നൊക്കെ പറയുമ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച പദവിയിലെത്തിയ ആളുകളോട് സ്വാഭാവികമായിട്ടും നമുക്കൊരു ആദരവൊക്കെ ഉണ്ടാകേണ്ടതാണ്. ഇത് മണ്ടത്തരത്തിനാണോ IAS കിട്ടിയതെന്ന് അറിയില്ല, അതോ കോപ്പി അടിച്ചാണോ IAS ആയതെന്ന് അറിയില്ല. ഇത്തരക്കാർക്കൊക്കെ വില കൊടുത്ത് IAS വാങ്ങിക്കാൻ പറ്റുമോ? ഇപ്പോ യേശു കറുത്തവനാണ്, യേശു സ്ത്രീയാണ്, യേശു കള്ളുകുടിയനാണ്, യേശു അയർലൻഡുകാരനാണ്, എല്ലാം തത്തുല്യവാദം എന്നാണ് പറയുന്നത്. ഇരിക്കട്ടെ, ഈ കവിത കേട്ട് കോരിത്തരിച്ചു പോയ ഇവരുടെ ഭാവനയിൽ, ഇവരുടെ ക്രിയേറ്റിവിറ്റിയിൽ രോമാഞ്ചവും തൊലിയാഞ്ചവും ഒക്കെ വന്ന ആളുകളുണ്ട്. അല്ല, കറുത്തവർഗക്കാര് മോശക്കാരാണ്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അത്രമാത്രം താഴേക്കിടയിലുള്ളവരാണോ? മഹാകോപ്പിയത്രിയ ആള്. ഓ, യേശുവിനെ കുറിച്ച് ഇത്രയധികം അറിവുള്ള ഇവർക്ക് ശരിക്കു പറഞ്ഞാൽ തിയോളജിയില് എന്തെങ്കിലും ഒരു ഡോക്ടറേറ്റോ ഒരു പദവിയോ ഒക്കെ നൽകേണ്ടതാണ്. നിൽക്കട്ടെ, ഈ കവിത സിലബസിൽ ഉൾപ്പെടുത്തണം എന്നും അപേക്ഷിക്കണം. വേടനെ കുറിച്ചൊക്കെ കുട്ടികൾ പഠിച്ചില്ലേ? അതുപോലെ കുട്ടികൾ പഠിക്കട്ടെ യേശുവിനെ കുറിച്ച്. നമ്മുടെ ഒരു കളക്ടർ എഴുതിയ കവിതയല്ലേ? എന്നിട്ട് ഇവർക്ക് മഹാകോപ്പിയടി പുരസ്കാരം നൽകി ഭവതിയെ ആദരിക്കും. ഇവര് രസകരമായ വസ്തുത, ഇവര് വിചാരിച്ചു ഒരിക്കലും കണ്ടുപിടിക്കില്ല എന്ന്. ഇവര് ഡോക്ടർ ക്രിസ്റ്റീന റിസോട്ടോ, അവര് യേശുവിനെ കുറിച്ച് എഴുതിയ കുറച്ച് വാചകങ്ങള് ഇവര് പാട്ടുപോലെ പാടിയതാണ്, കവിത പോലെ, രാമായണം പോലെയൊക്കെ ഇവരൊന്ന് വായിക്കാൻ ശ്രമിച്ചതാണ്. അവരുടെ കവിതയിലെ എല്ലാ വാക്കുകളും വാക്യങ്ങളും ഡോക്ടർ ക്രിസ്റ്റീന റിസോട്ടോയുടെ കവിതയിലെ കോപ്പിയടിയ. 2021 ജൂലൈ 6-ാം തീയതിയാണ് ഡോക്ടർ ക്രിസ്റ്റീന റിസോട്ടോ അവരുടെ ആ ഒരു കോട്ട് അവർ എഴുതുക ചെയ്തത്, നീളത്തിൽ എഴുതുക ചെയ്ത് അവരുടെ അഭിപ്രായം പ്രസിദ്ധീകരിച്ചു. ദിവ്യ മേഡം ക്രിസ്റ്റീനയുടെ കവിതയിലെ മൊത്തം അങ്ങനെ ചൂണ്ടി ഇങ്ങനെ എടുത്തു, കോപ്പി അടിച്ച് ഇങ്ങനെ എടുത്തു.
ഒറിജിനൽ വരികൾ ഇവിടെയുണ്ട്. സോഷ്യൽ മീഡിയ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒറിജിനൽ വരികൾ ഇവിടെ. അപ്പോ കോപ്പിയടിക്ക് പേരുകേട്ട മേടമാണ് എന്ന് അവര് തെളിയിച്ചതാണ്. അന്ന് തന്നെ ഇവരെത്രയേ ഉള്ളൂ എന്ന് ഏതാണ്ട് എല്ലാ ആളുകൾക്കും മനസ്സിലായതാണ്. കാരണം ഇപ്പോ ഇവര് ജിഹാദുമായിട്ട് വന്നിട്ടുണ്ടല്ലോ. ജിഹാദിന്റെ അർത്ഥം സമരനിരതരമായിട്ടുള്ള ജീവിതം അല്ലെ? ശരി. അന്യനെ നശിപ്പിക്കുക, തീവ്രപക്ഷത്ത് ചേരുക, ഇതൊന്നുമല്ല ജിഹാദ് എന്ന് പറഞ്ഞ് ഖുർആൻ തന്നെ മാറ്റി തിരുത്തി എഴുതാനുള്ള ഒരു അപകടകരമായ ആശയവുമായിട്ടാണ് ഇവര് രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവര് മുമ്പ് പറഞ്ഞ ഈ ഒരു കവിതയും കൂടി എടുത്തിട്ടത്. അതായത് കോപ്പിയടി. ഈ ജിഹാദിനെ കുറിച്ച് ഖുർആനിന്റെ ആശയ വായനക്കാരെന്നും പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഖുർആനിന്റെ അകംപൊരുൾ, അതായത് ഖുർആനിൽ പറഞ്ഞ ദാർ വീടല്ല, ഖുർആനിൽ പറഞ്ഞ മയ്യത്ത് മയ്യത്തല്ല, ഖുർആനിൽ പറഞ്ഞ ജിബിരിയിലല്ല, ഖുർആനിൽ പറഞ്ഞ മുഹമ്മദ് അല്ല എന്ന് പറഞ്ഞു. ഇത് പേനയാണ്, പക്ഷേ ഇത് പേനയല്ല. ആശയപരമായി വായിക്കുമ്പോൾ ഇതിനെ നമുക്ക് നിലപാട് എന്ന് പറയാം. എങ്ങനെയുണ്ട്? ഇതൊരു റിമോട്ടാ. ശരിക്കു പറഞ്ഞാൽ ഇത് റിമോട്ട് അല്ല, ഇതൊരു അലമാരയാണ് എന്ന് പറഞ്ഞാൽ അതും അംഗീകരിക്കണം. അങ്ങനെ എല്ലാം ചക്കിന് ചുക്ക് ചുക്കിന് ചക്ക് എന്ന് പറയുന്ന ഒരു ഖുർആനിക വായനക്കാർ ഇന്ന് നിലവിലുണ്ട്. അവര് പറഞ്ഞ ഖുർആനിന്റെ അകം പൊരുൾ അതങ്ങനെ തന്നെ കോപ്പി അടിച്ചെടുത്തിട്ടാണ് ഇവര് വലിയ രൂപത്തിൽ തൻ്റെതായ രൂപത്തിൽ ഒരു പ്രസംഗമൊക്കെ കാഴ്ചവെച്ചിരിക്കുന്നത്. അല്ലാതെ ഇവരുടേതായിട്ടുള്ള രൂപത്തിൽ എന്തെങ്കിലും ഒരു കണ്ടെത്തലുകളോ ഒരു പഠനമോ ഒരു പരന്ന വായനയോ അറിവോ ഒന്നുമല്ല ഈ ലേഡി ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. തുടക്കം തന്നെ ഞാൻ അതൊന്ന് പറയട്ടെ. കാരണം എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത് എന്ന് നിങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവർക്ക് ഈ ജിഹാദിനെ കുറിച്ച് യാതൊരു ഐഡിയയും. ഇവർക്ക് ഖുർആനും അറിയില്ല, ഇസ്ലാമിനെ കുറിച്ചും അറിയില്ല, ഹദീസിനെ കുറിച്ചും അറിയില്ല. ഇസ്ലാമിലെ ജിഹാദിന്റെ വള്ളിയും പുള്ളിയും വളഞ്ഞിട്ടോ തിരിഞ്ഞിട്ടോ എന്ന് പോലും ഈ ലേഡിക്ക് അറിയില്ല. അതല്ലെങ്കിൽ ഇവർ വരട്ടെ, ഡിബേറ്റിന് നമ്മൾ തയ്യാറല്ലേ. പിന്നെ നമ്മളോളം ഇല്ലാത്തവരെ ഡിബേറ്റിനൊന്നും വെല്ലുവിളിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ക്ഷണിക്കാത്തത്. ഒരു ex-MLA ഉണ്ട്, നിങ്ങൾക്കറിയാം, KS ശബരിനാഥ്. അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിൽ കവടിയാർ സ്ഥാനാർത്ഥിയായിട്ട് നിൽപ്പുണ്ട്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. കാര്യം നിങ്ങൾക്ക് ഏകദേശം ഇപ്പൊ ഒന്ന് അടുത്ത് വരുന്നില്ലേ? കവടിയാർ. അപ്പോ കവടിയാർ ഏകദേശം തിരുവനന്തപുരം ജില്ല നമുക്കറിയാമല്ലോ. വെള്ളയമ്പലം, കവടിയാറ്, പേരൂർക്കട, വഴയില, സ്റ്റാച്ചു എല്ലാം മുസ്ലിം ലൊക്കാലിറ്റിയാണ്. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പറക്കുന്ന പ്രദേശത്താണ് ആള് നിൽക്കുന്നത്. അപ്പോ ആള് നോക്കിയപ്പോൾ ഒരു 18-ാം അടവെടുത്ത് അങ്ങോട്ട് പുറത്തിട്ടു. കെട്ടിയോനെ ജയിപ്പിക്കണ്ടേ? അതിന് ആരുടെ എന്ത് താങ്ങിയിട്ടാണെങ്കിലും ശരി, കെട്ടിയോനെ ജയിപ്പിക്കാൻ കെട്ടിയോള് ശ്രമിക്കണ്ടേ? തന്റെ പദവി ഉപയോഗപ്പെടുത്തി, തന്റെ പേരും പ്രശസ്തിയും ഉപയോഗപ്പെടുത്തി അതിന്റെ എക്സ്ട്രീം ലെവൽ വരെ പോകാൻ ഇവരിറങ്ങി തിരിച്ചു. അപ്പൊ മുസ്ലിം വോട്ടർമാരെ പ്രീണിപ്പിച്ചുകൊണ്ടുള്ള ഒരു താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഇയാളുടെ ഭാര്യ സാംസ്കാരിക വകുപ്പ് ഡയറക്ടറാണ് ഇവരിപ്പോൾ നിലവിൽ, ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS. ഇവര് നടത്തിയ ജിഹാദിനെ വെള്ളപൂശിക്കൊണ്ടുള്ള ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ ആരോ എഴുതി കൊടുത്ത കുറച്ച് വസ്തുതകള് ഇവര് വാചാലമായി പറയുന്നു. കാരണം എല്ലാവർക്കും ഇവർക്ക് ഒരു പക്ഷേ ഇവർക്ക് എഴുതി കൊടുത്ത ആളുകൾക്കും മനസ്സിലായി ഇത് ചാടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ ചാടും, ആടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ ആടും, ഒന്ന് മുട്ടിലെഴയടാന്ന് പറഞ്ഞാൽ മുട്ടിലെഴയും. അങ്ങനത്തെ ഒരാളാണെന്നും അകക്കാമ്പില്ലെന്നും മനസ്സിലായപ്പോൾ ആൾക്കാരെ പിടിക്കാനും
വൈറലാകാനും സമൂഹ മാധ്യമങ്ങളിൽ ഒന്ന് നിറഞ്ഞു നിൽക്കാനും ഒന്ന് തീരുമാനിച്ചു. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും അറിഞ്ഞുകൊണ്ട് തന്നെയായി. ഖുർആനില് 41 തവണ പരാമർശിച്ചിട്ടുള്ള ഈ വാക്കിന് നിരന്തരമായിട്ടുള്ള പരിശ്രമമെന്നും സ്വന്തം ദുരാഗ്രഹങ്ങളോടുള്ള പോരാട്ടമെന്നുമാണ് അർത്ഥമെന്നും അതല്ലാതെ അന്യനെ നശിപ്പിക്കലല്ല എന്നുമാണ് ഇവർ പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഖുർആനിന്റെ അകംപൊരുൾ എന്ന് പറഞ്ഞിട്ട് ലോകത്തില്ലാത്ത, ഡിക്ഷണറിയിലില്ലാത്ത അർത്ഥങ്ങൾ പറഞ്ഞ് ഖുർആനിനെ വളച്ചൊടിച്ചു വായിക്കുന്ന ആശയ വായനക്കാരുടെ അതേ അഭിപ്രായമാണ് ഇപ്പോൾ ഇവര് തുറന്നു പറഞ്ഞിരിക്കുന്നത്. സ്വന്തമായിട്ടൊന്നുമില്ലല്ലോ, യേശുവിൻ്റെതും തപ്പിക്കോപ്പി എടുത്തതല്ലേ. ജിഹാദ് എന്ന വാക്കിനർത്ഥം സമര നിരതമായിട്ടുള്ള ജീവിതം എന്നാണ് ഇവരിപ്പോ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ പറയേണ്ടു. എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. അറിയാത്ത കാര്യങ്ങൾക്ക് ഭയങ്കര അവഗാഹമുണ്ടെന്ന് പറഞ്ഞ് നീട്ടിയും പരത്തിയും പറയുന്ന ആളുകളുണ്ട്. അത് കൂട്ടത്തിലൊന്നായത് ഖുർആനിന്റെ അകം പൊരുൾ. അതെ, അത് വായിച്ചിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ജിഹാദ് എന്ന വാക്ക് ലോകമെമ്പാടും പല സന്ദർഭങ്ങളിൽ ഉപയോഗിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. അറബി ഭാഷയിൽ ഇതിന്റെ അർത്ഥം ഖുർആനിൽ ജിഹാദ് എന്ന് 41 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. ആ വാക്കിന്റെ ശരിയായ അർത്ഥവും ഉപയോഗവും ഒക്കെ ഈ പുസ്തകം വായിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അത് കെട്ടിയോനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മലക്കം മറിച്ചിലല്ല, നിരന്തരമായ പരിശ്രമം, യാതന, ത്യാഗമേ, അതൊക്കെയാണ് അത്രേ. അന്യനെ നശിപ്പിക്കുക, തീവ്ര പക്ഷത്തേക്ക് ചേരുക, ഇതൊന്നും അല്ല. ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ തന്റെ അനുയായികളോട് പറയുമ്പോഴാണ് ജിഹാദ് എന്ന പദം ഉപയോഗിച്ചതെന്നാണ് ഇവർ പറഞ്ഞത്. ബദർ യുദ്ധത്തിന് ശേഷം സ്വന്തം ഇച്ഛകളോടും ദേഹത്തോടുമാണ് നമ്മുടെ യുദ്ധം എന്ന് പ്രവാചകൻ അനുയായികളോട് പറഞ്ഞു. ഒരു തെളിവും എവിടെയും കാണിച്ചു തരാൻ ഇവർക്ക് സാധിക്കും. അറ്റ്ലീസ്റ്റ് ഒരു ഹദീസ്, ഒരു ഖുർആൻ വ്യാഖ്യാനമെങ്കിലും കാണിച്ചു തരാൻ ഇവർക്ക് കഴിയില്ല. അപ്പോ ഇവർക്കറിയാത്ത ഒരു വിഷയത്തെക്കുറിച്ച് ഇവർക്ക് അവഗാഹമുണ്ട് എന്നുള്ള രൂപത്തിൽ ഇവർ പറഞ്ഞ് ഒന്ന് ആളാകാൻ ശ്രമിച്ചതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് മുസ്ലിങ്ങളുടെ ഒരു ടേസ്റ്റ് എന്താണ് എന്ന് വളരെ നന്നായിട്ട് അറിയാം. വളരെ നല്ലതുപോലെ രാഷ്ട്രീയമറിഞ്ഞ്, മുസ്ലിങ്ങളുടെ ഒരു രീതി അറിഞ്ഞ്, അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്താണ് എന്ന് മനസ്സിലാക്കിയാണ് ഇവർ ഈ അജണ്ടകളുമായിട്ട് വന്നിട്ടുള്ളത്. ഇത് എക്സ്ട്രീം ലെവലിലുള്ള മുസ്ലിം പ്രീണനമാണ് എന്ന് ആർക്കറിയാത്തത്? അപ്പോ കർമ്മനിരതമായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതം തന്നെ ത്യാഗം ചെയ്യലാണ് എന്നാണ് ആള് പറയുന്നത്. ശരിക്കും എന്താണ് ജിഹാദ്? സ്വാഭാവികമായിട്ടും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്ന ജിഹാദ് എന്താണ് എന്ന് നമ്മൾ അറിയണ്ടേ. പല രൂപത്തിലുള്ള ജിഹാദുകളെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യാറില്ലേ. ഒരുപാട് ജിഹാദുകളെ കുറിച്ച് നമുക്കറിയാമല്ലോ, നമ്മൾ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. നമുക്കതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടൊരു ധാരണയുണ്ട്. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്ന ജിഹാദ് എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഇയാളെ കാണിച്ച ഭയങ്കര പണ്ഡിതനാ, ഭയങ്കര പണ്ഡിതൻ, മദനി. ഭയങ്കര ഇമ്മണി വലിയ പുരോഹിതനാണ് ആള് ഈ ജിഹാദിനെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മള് ഖുർആൻ പഠിച്ചവരിൽ നിന്ന്, അല്ലെ, ഇതിനെക്കുറിച്ച് അറിയുന്നവരിൽ നിന്നാണ് നമ്മൾ അറിവുകൾ സ്വീകരിക്കേണ്ടത്. അല്പ ജ്ഞാനി ആളെ കൊല്ലുമെന്ന് പറയാറില്ലേ, മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്ന്. അതുപോലെ അല്പജ്ഞാനി ലോകം നശിപ്പിക്കും. ഇയാള് ജമിയത്തുൽ ഉലമായി ഹിന്ദിന്റെ ദേശീയ അധ്യക്ഷനാണ്, മൗലാന മഹ്മൂദ് മദനി. ഇയാള് ജിഹാദിനെ കുറിച്ചൊരു പ്രസംഗം നടത്തി. തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് അയാൾ ആ പ്രസംഗം പങ്കുവച്ചത്. ഇന്ന് മാധ്യമങ്ങളും സർക്കാരുമൊക്കെ ജിഹാദ് എന്ന പവിത്രമായ പദത്തെ തെറ്റായ രീതിയിലാണ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് മദനി പറയുന്നത്. ലവ് ജിഹാദ്
പിന്നെ നാർക്കോട്ടിക് ജിഹാദ്, ലാൻഡ് ജിഹാദ്, ഹലാൽ ജിഹാദ്, അങ്ങനെ ഒരുപാട് ജിഹാദുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മസമരം. ആ ധർമ്മം എന്താണ്? അവര് തീരുമാനിക്കും. നമ്മുടെ കോൺസെപ്റ്റിലെ ധർമ്മമല്ല ഇസ്ലാമിന്റെ ധർമ്മം. അയാൾ പറയാണ്, അതായത് അടിച്ചമർത്തൽ ഉണ്ടാകുമ്പോഴെല്ലാം ജിഹാദ് ഉണ്ടാകും. മദനി അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറഞ്ഞതാ, ഞങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ പോരാടും, ഞങ്ങൾ പൊരുതും, ഞങ്ങൾ യുദ്ധം ചെയ്യും. ഇന്ത്യ പോലെ ഒരു മതേതര രാജ്യത്ത് ഒരു ജനാധിപത്യ സർക്കാർ നിലനിൽക്കുന്നിടത്ത് ജിഹാദ് അനിവാര്യമാണെന്ന് അയാൾ പറഞ്ഞു. മുസ്ലിം ഭരണഘടനയ്ക്ക് വേണ്ടി അതിനോടുള്ള കൂറും വിധേയത്വവുമാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. മുസ്ലിം പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ജിഹാദ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ദിവ്യ പറഞ്ഞതാണോ ജിഹാദ്? ഇസ്ലാമിക ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നിടത്തോളം കാലം മാത്രം